ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളല്ല. ഒരു ബി ജെ പിക്കാർ, നിങ്ങളെല്ലാ ബി ജെ പിക്കാർ ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളല്ല. ഞാനൊരു ക്ഷേത്ര വിശ്വാസി അല്ല. ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഭഗവത്ഗീതയ്ക്കേ പറ്റുള്ളൂ. അത് ആരുടെയും വിശ്വാസമായതുകൊണ്ടല്ല, ഈ നാടിൻ്റേതാണ് സർ. അല്ലാതെ അങ്ങനെ വരും. അതുകൊണ്ടാണ് ഇവിടെ റോക്കറ്റ് വിടുമ്പോൾ നാളികേരം ഉടയ്ക്കുന്നത്. ബി ജെ പി പറഞ്ഞിട്ടോ എവിടെയെങ്കിലും പറഞ്ഞു? ബി ജെ പിക്ക് അതിലൊന്നും പങ്കില്ല. എന്ത് പങ്കുണ്ട്? എന്താ പങ്ക്? ഈ നാട്ടിൽ ആരെ കീഴ്വഴക്കം ഉണ്ടാക്കിയെടുത്തത്? ആ മാധ്യമപ്രവർത്തകൻ ചെയ്ത ഒരു ദ്രോഹം കേരളത്തിൻ്റെ സോഷ്യൽ ഡെക്കോറത്തെ എത്രമാത്രം ബാധിച്ചു. ഒരു കുടുംബം മുഴുവൻ ഇല്ലാതെയായില്ല. ഞങ്ങൾ എത്രയും കൃഷ്ണൻ രാമനെയൊക്കെ കളിയാക്കുന്ന തമാശകൾ ഇപ്പോഴും പറയുന്നവരുണ്ട്. അതൊന്നും ആരും വിഷയമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ചിലരുടേത് പറയുമ്പോൾ മാത്രം അവർക്ക് കൊള്ളുന്നു. അതേ തൊടാൻ പാടില്ല. നിങ്ങളുടെ മണ്ടയിൽ എന്തുമാകാം എന്ന് വരുമ്പോൾ ഞാൻ ചിന്തിക്കില്ലേ? നിങ്ങൾ പറഞ്ഞതാണ്. സഖാവ് ജയരാജൻ മാധ്യമങ്ങളെ കണ്ടെന്ന ഒരു വേളയിൽ വെച്ച് പറയുകയുണ്ടായി. അദ്ദേഹം മനുസ്മൃതി ഭരണഘടനയാക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത്. അതുകൊണ്ടാണ് അന്ന് പുതിയ പാർലമെൻറ്റ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയ ഭരണഘടനയിൽ ഈ പറയുന്നത് പോലെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭരണഘടനയാണ് തന്നത്. അതിൽ ഈ പറയുന്ന സോഷ്യലിസവും അതുപോലെ തന്നെ മതേതരത്വവും ഒക്കെ ഒഴിവാക്കിയ ഒന്നാണ് തരുന്നത്. അതിൻ്റെ ഉദ്ദേശം ബി ജെ പി പറഞ്ഞും പറയാതെയും വ്യക്തമാക്കുന്നത് ഇനി മുതൽ അങ്ങോട്ടുള്ളത് ഈ മതേതരത്വം ഇല്ലാത്ത രാഷ്ട്രമാണ്, ഇവിടെ മനുസ്മൃതി ഭരണഘടനയാക്കുവാനുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് അതിനോടുള്ള? അതെന്തറിയുമോ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ജനങ്ങളെ എന്താ അന്ന് അവിടെ സംഭവിച്ചത്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രം അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഇവോൾവ് ചെയ്തത് എന്ന് പറയുമ്പം ഭരണഘടനയുടെ ആദ്യ പ്രതി കൊടുക്കണ്ടേ? പുതിയ പ്രതിയും കൊടുക്കണ്ടേ? പഴയ പ്രതിയും കൊടുത്തു, പുതിയ പ്രതിയും കൊടുത്തു. പഴയ പ്രതിയിൽ അത് മതേതരത്വം ഇല്ലായിരുന്നു. പുതിയ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എന്താണ് പറയുന്നത്, ഇവോൾവിങ് സ്റ്റേജസ് ആണ് കാണിച്ചത്. പിടികിട്ടിയോ? അപ്പോൾ ഭരണഘടനയ്ക്ക് എത്രയോ അമെൻമെൻറ്റുകൾ വന്നു. അന്ന് എഴുതിയ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം കൊടുത്ത ഒരു ഭരണഘടനയുണ്ട്. അതിനുശേഷം ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണല്ലോ ഇതിൽ ഭേദഗതികൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രോഗ്രസ്. അപ്പോൾ എന്താണ് ഭരണഘടനാ കമ്മിറ്റി അംഗീകരിച്ച ഭരണഘടന? അതിനുശേഷം ഇന്ത്യൻ ജനാധിപത്യം ഇത്രയും കാലം സഞ്ചരിച്ചു, 75 വർഷക്കാലം സഞ്ചരിച്ചപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെ മാറ്റം വന്നു? ഇതിൻ്റെ കമ്പാരിസന് വേണ്ടി 2 ഭരണഘടനകളും കൊടുത്തിരുന്നു. അതേ പറഞ്ഞ ജയരാജന് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഇത് കേരളത്തിൽ ചുമ്മാതെ അവരുടെ അണികളെ കൈയടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ലാതെ ആരാണ് അതിനെ ഏറ്റെടുത്തത്? നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പിറകിന് പോയോ? കോൺഗ്രസ്സുകാരൻ ആദ്യം വിവരമില്ലാത്ത ഏതോ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, പിന്നെ അവർക്ക് അബദ്ധം മനസ്സിലായപ്പോൾ അവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പാർലമെന്റിലേക്ക് ഈ പറയുന്ന പോലെ ചെങ്കോല് പോലെയുള്ള കാര്യങ്ങൾ പ്രവേശിപ്പിക്കുക, സന്യാസിമാരെയും മുനിവര്യന്മാരെയും കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ ചില ഘടകങ്ങൾ ഭരണഘടനയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായി അധികാരികൾ ഒരു മതത്തോട് മാത്രം ഒരു അടുപ്പം കാണിക്കുന്ന രീതി ശരിയല്ല എന്ന നയമുള്ളിടത്ത് അത്തരത്തിൽ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൈന്ദവ മതത്തെ കൊണ്ട് നടക്കുന്ന സന്യാസിമാരെയും മുനിവര്യന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് അത്തരത്തിലൊരു ഉദ്ഘാടനമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു ചടങ്ങായിരുന്നു ബി ജെ പി ഉദ്ദേശിച്ചത്? അല്ല, ഞാനിതിന് ആദ്യം തന്നെ അതിന് മറുപടി പറഞ്ഞിരുന്നു. ബി ജെ പിയുടെ പറയുന്നതല്ലേ, മതം എന്താണ്? ഹൈന്ദവ ധർമ്മം മതമല്ലത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ ഞാൻ അതിനകത്ത് അഡ്രസ്സ് ചെയ്തത്. അങ്ങനെ ഒരു മതം എന്ന തരത്തിലല്ല ഇത്. ഈ രാഷ്ട്രത്തിൻ്റെ എന്താണ് പിന്നെ ഈ രാജ്യം നിങ്ങൾ പിന്നെ നിങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? നിങ്ങളുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഏതാ? നിങ്ങൾ എന്തിനാണ് ഈ കെ നാരായണൻ മാർപ്പാപ്പയെ കാണാൻ ഭഗവത്ഗീത കൊടുത്തത്? വലിയ മതനിരാസത്തിൻ്റെ ആളായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഖുറാനും കൊണ്ട് പോഞ്ഞ്? എന്തുകൊണ്ടാണ് ബൈബിളും കൊണ്ട് പോഞ്ഞ്? ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഭഗവത്ഗീതയ്ക്കേ പറ്റുള്ളൂ. അത് ആരുടെയും വിശ്വാസമായതുകൊണ്ടല്ല, ഈ നാടിൻ്റേതാണ് സർ. എൻ്റെ ചോദ്യം, വാത്മീകിയാണോ രാമായണം എഴുതിയെന്നാണോ നമ്മൾ അറിയുന്നത്? ആണല്ലോ. വാത്മീകി അമ്പലത്തിൽ പോകുന്നവരുടെ ആളാണോ? ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. വാത്മീകി ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും മുതുമുത്തച്ഛനാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലേ? ആണോ? അതെ. അപ്പോൾ രാമായണം എഴുതപ്പെട്ടത് ആദികാവ്യമാണ് ലോകത്തിൽ. ആണോ? ആദികാവ്യമായിട്ടാണോ രാമായണം അറിയപ്പെടുന്നത്? അപ്പോൾ എൻ്റെ പൂർവികൻ എഴുതിയതല്ലേ അത്? ആണോ? അല്ലേ? എൻ്റെ അപ്പൂപ്പൻ എഴുതിയതാണോ അത്? ഞാനെന്തിനാ എന്നെ നിഷേധിക്കുന്നത്? ലോകത്തിനെ കാവ്യമായി കണ്ടാൽ പോരെ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. കാവ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനെ ഇത്തരത്തിൽ ഈ പാർലമെന്റിന്റെ ഉൾത്തളങ്ങളിലേക്ക് കൊണ്ടുവന്ന അതെ, ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളതാണ് സർ. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൽ അവിടെ അത് നടക്കുന്നതുകൊണ്ട് ഇന്ത്യ നടക്കുക. ഇന്ത്യ വേറൊരു രാജ്യമാണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് കൺട്രിയാണ്. നിങ്ങൾക്ക് ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകാൻ?
വിവേകാനന്ദ സ്വാമി എന്താ പറയുന്നറിയോ? നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യണത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേ പറ്റുകയുള്ളൂ. അതാണ് ഇന്ത്യയുടെ കൾച്ചർ. നിങ്ങൾ അതിനെ അമേരിക്കയുമായി കമ്പയർ ചെയ്തിട്ട് കഥയില്ല. നമ്മൾ എൻ്റയർലി ഡിഫറെൻറ്റ് ജനതയാണ്. അതാ ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ഇതര വിഭാഗങ്ങൾ വേട്ടയാടി കിട്ടുന്ന മാംസം, പണ്ട് വേട്ടയാടിയാണല്ലോ മനുഷ്യൻ അല്ലേ, അത് ചുട്ടു തിന്നണമെന്നുള്ള വിവരം അവനില്ലായിരുന്നു. പച്ചയ്ക്ക് തിന്നുകൊണ്ടിരുന്ന കാലത്താണ് നമ്മൾ രാമായണം എഴുതിയത്. അന്ന് ഈ നാട്ടിൽ രാമായണം രചിക്കപ്പെട്ടു. ഇവിടെ വേദങ്ങളുണ്ടായി, അറിവുണ്ടായി. അതിനൊന്നും കളറില്ലാത്തതാണ്, കളർലെസ് ആണ് ഇതൊക്കെ. പിടി കിട്ടിയോ? അത് എൻ്റെ അഭിമാനമാണ്, അത് എൻ്റെ പാരമ്പര്യമാണ്, എൻ്റെ പൂർവികനാണ്. ചിലപ്പോൾ എൻ്റെ പേര് ഗീവർഗീസ് എന്നായിരിക്കും, എൻ്റെ പേര് അബ്ദുൾ റസാഖ് എന്നായിരിക്കും. പക്ഷെ എൻ്റെ അപ്പൂപ്പനാണ് വാത്മീകി, എൻ്റെ അപ്പൂപ്പനാണ് വേദവ്യാസൻ, എൻ്റെ അപ്പൂപ്പനാണ് ശുശ്രുതൻ, എൻ്റെ അപ്പൂപ്പനാണ് ചരകൻ. ആ വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് BJPയുടെ രാഷ്ട്രീയ ലൈൻ. നിങ്ങളുടെ വിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ, അതിവിടെ ഒരു വിഷയമേ അല്ല. പക്ഷെ ഈ നാടിൻ്റെ മാനബിന്ദുക്കൾ, ഈ നാടിൻ്റെ പൊതു പാരമ്പര്യമാണത്. അമ്പലത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടല്ല രാമായണം. രാമായണം ഈ രാജ്യത്തെ കൃഷ്ണനും ക്രിസ്തുവിനും അല്ലെങ്കിൽ എന്താണ് അബ്ദുൽ ഖാദറിനും വർഗീസിനും ഗോപാലകൃഷ്ണനും ഒരുപോലെ ഉപയോഗിക്കേണ്ടതാണ്. കാരണം എന്താ? അത് ഈ നമ്മുടെ പൂർവികൻ എഴുതിയ സാധനമാണ്, നമ്മുടെ പ്രൈഡാണത്. ഭഗവത്ഗീത എന്നുള്ളത് ഇന്ന് ഏതൊരു മാനേജ്മെന്റ് തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം. എല്ലാ മതഗ്രന്ഥങ്ങളെയും പോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം അല്ല. അതിനും അപ്പുറം അതൊരു മതമല്ലെന്നാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. നിങ്ങൾ വീണ്ടും അതിൽ അവിടെ തട്ടി നിൽക്കുകയാണ്. ഭഗവത്ഗീത ഒന്നും ഒരു മതത്തിൻ്റെതല്ല സർ, ഈ നാടിൻ്റെതാണ്. പിടി കിട്ടിയോ? ഈ നാടിൻ്റെതാണ്. ഈ നാട്ടിൽ വന്നപ്പോൾ ചിലർ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഭാരതീയ സങ്കല്പം പറയുന്നത്? 33 കോടി ദേവന്മാരെന്ന് പറയുന്നത്. എന്താണ് 33ന്റെ പ്രത്യേകത? 1/3 ആണ് 33 അല്ലേ? 33.33 ആണല്ലോ 1/3 എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ 1/3 ആധ്യാത്മികതയാണെന്നുള്ള തലത്തിലാണ് അത് വരുന്നത്. മറ്റൊരു തരത്തിലെടുത്താൽ 33 കോടി എന്നുള്ളത് ഇറ്റ്സ് എൻ ഇൻഫിനിറ്റ് നമ്പർ ആണോ? ഇൻഫിനിറ്റ് പ്ലസ് 1 അനദർ ഇൻഫിനിറ്റ് അല്ലേ? ഇവിടെ 33 കോടി ദേവന്മാരുണ്ട്. അതിനകത്ത് പ്ലസ് ക്രിസ്തു ആയിക്കോട്ടെ, പ്ലസ് അള്ള ആയിക്കോട്ടെ. ഇവിടെ ഇറിലവൻ്റ് ആണത്. നമ്മളതിനെ മൈൻഡ് ചെയ്യണതേ ഇല്ല. നിങ്ങൾ ആരെ വേണേ ആശ്വസിച്ചു. അപ്പൊ ഈ മതം എന്ന് ഭാരതം പറയുന്നതിന് അഭിപ്രായം എന്ന അർത്ഥത്തിൽ മാത്രമാണ്. മനസ്സിലായോ? അല്ലാതെ ഭാരതത്തിൽ മതം എന്നൊരു സാധനമേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അത് നോക്കി, ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടോ നാട്ടിൽ? ഇല്ല. അപ്പൊ പിന്നെ എന്താണ് ഹിന്ദു മതത്തിൽ? പക്ഷെ പല പിരിവുകളുണ്ട്. ഞാൻ ശിവനെയാണ് ആരാധിക്കുന്നത്. ഹിന്ദു മതം എന്നൊരു മതം ഇല്ല. അവിടെയാണല്ലോ വിഷയം. ഇന്ന് നമ്മളത് സംസാര ഭാഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ദൈനംദിന വ്യവഹാരത്തിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ റിലീജിയൻ കോൾഡ് ഹിന്ദു. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അതൊരു സംസ്കൃതി ഉണ്ട് ഈ നാട്ടിൽ. അതിൽ പല മതങ്ങളുണ്ട്. താങ്കൾ ആരാണ്? ഞാൻ ഹൈന്ദവനാണ്, സനാതനയാണ്. താങ്കൾ ഒരു ഹൈന്ദവ മതസ്ഥനല്ല? അതെ. ഇന്നത്തെ കാലത്തിൽ എന്നെ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഇവിടെ കിട്ടിയോ? ഞാൻ ഇന്ത്യക്കാരനാണ്. എൻ്റെ പേര് ഹിന്ദു നാമം ആയതുകൊണ്ട് ഞാൻ ഹിന്ദുക്കാരൻ. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ ഹിന്ദു അല്ലേ? സംസ്കാരം അടിസ്ഥാനത്തിൽ താങ്കൾ ഹിന്ദു ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളല്ല. ഒരു BJPക്കാർ, നിങ്ങളൊരെല്ലാ BJPക്കാർ അമ്പലത്തിൽ, ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളല്ല. ഞാനൊരു ക്ഷേത്ര വിശ്വാസി അല്ല. പക്ഷെ ഞാൻ ഹിന്ദു അല്ലേ? അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ചിലർ ശിവനെയാണ് ആരാധിക്കുന്നത്. അവരെന്ത് വിളിക്കുന്നു? അവർ ശൈവമതം എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ആണോ? കൃഷ്ണനെ ആരാധിച്ചാൽ നിങ്ങൾ വൈഷ്ണവ മതക്കാരനായി, ഗണപതിയെ ആരാധിച്ചാൽ ഗാണപത്യ മതക്കാരനായി, ദേവിയെ ആരാധിച്ചാൽ ശക്തയ മതക്കാരനായി, ഈസായാണ് നിങ്ങൾ ഭരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തു മതക്കാരനായി. ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ വളരെ സിമ്പിളാണ്. ഇതിനെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കി. മതം എന്ന് പറയുന്നത് റിലീജിയനായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു. മതം എന്നുള്ളത് എന്താണ്? അഭിപ്രായമാണ്. നിങ്ങൾക്ക് ആരെയും ഫോളോ ചെയ്ത് അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ നാട്. നിങ്ങൾക്ക് ഇവിടെ ചാർവാകന്മാരുണ്ടായിരുന്നു. ചാർവാകന്മാരെന്ന് നിരീശ്വരവാദി, നാസ്തികന്മാരുണ്ട്. അവർ ഹിന്ദുക്കളാണ്. ഇവിടെ കിട്ടിയോ? അപ്പം ഹിന്ദു എന്ന് വിളിക്കുന്നത് ഈ രാജ്യത്ത് ജനിച്ച ജനങ്ങളുടെ പേരാണ്. നമ്മളതിനെ കുറി തൊടുന്നവർ, അമ്പലത്തിൽ പോകുന്നവർ എന്നതിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതങ്ങനെ ആയിരുന്നില്ല. അപ്പം ഇവിടെ പല മതങ്ങളുണ്ട് ഈ രാഷ്ട്രത്തിൽ, പക്ഷെ നിങ്ങളുടെ സംസ്കൃതി ഒന്നാണ്. മനസ്സിലായോ? നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുക. അതുകൊണ്ടെന്താ? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചോ. ഇവിടെ ഇന്ത്യയിലെ വീടുകളിൽ ചെന്നാൽ അച്ഛനും അമ്മയ്ക്കും വേറെ മതം, മക്കൾക്ക് വേറെ മതമുള്ള എത്രയോ വീടുകളുണ്ട് ഇവിടെ. അപ്പം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതകളെ ആരാധിക്കാം. ഞാൻ കൃഷ്ണനെയാണ് ആരാധിക്കുക, എനിക്ക് കൃഷ്ണനോടാണ് ഇഷ്ടം. സിമ്പിൾ. ഒരു മനുഷ്യൻ്റെ പ്രകൃതിക്കനുസരിച്ചാണ് അവൻ്റെ ആരാധനാ ദേവതകൾ ഉണ്ടാകുന്നത്, അല്ലേ? ആണ്. ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ക്രൈം സിനിമകൾ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതൊരു മനുഷ്യൻ്റെ നേച്ചറാണ്. ചിലർ കോമഡി സിനിമകളാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അതിനനുസരിച്ചാണ് അവൻ്റെ ചോയ്സ് വരിക.
എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് എൻ്റെ ദൈവം. എനിക്ക് കൃഷ്ണൻ്റെ കുസൃതിയെയും കൃഷ്ണൻ്റെ രീതികളാണ് ഞാൻ കൃഷ്ണനെ ആരാധിച്ചു. ചിലർ പറയുന്നു മര്യാദ പുരുഷോത്തമനായ രാമനാണ് വേണ്ട, ആയിക്കോട്ടെ. ഇനി അതിലെ ക്രിസ്തുവിനെയാണ് വേണ്ട, ആയിക്കോട്ടെ. ഇവിടെ അത് വിഷയമേ അല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാടാണ് വിഷയം. ഈ നാടിൻ്റെ പൂർവികന്മാർ അവർ നമുക്ക് നൽകിയിട്ടുള്ള ചില ജീവിത രീതികളുണ്ട്. അതിനാണ് നമ്മൾ നമ്മുടെ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ആ സംസ്കൃതിയെ അംഗീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ റോക്കറ്റ് വിടുമ്പോൾ നാളികേരം ഉടയ്ക്കുന്നത്. അതിനകത്ത് നമ്മൾക്ക് സഹതാപവും പുച്ഛവും അല്ല തോന്നുന്നു. നിങ്ങളിവിടെ നാളികേരം ഉടച്ച് റോക്കറ്റ് ഉടച്ചിരുന്നുണ്ടോ നോക്കിയാൽ മതി. ഉണ്ടോ? ലോകത്തിലെ എത്തുമായിരിക്കാം. പിന്നെ വിശ്വാസമുള്ളവർ ചെയ്തോട്ടെന്നേ. എവിടെ ഞാൻ ചോദിക്കട്ടെ, നാളികേരം ഉടയ്ക്കാത്ത എത്രയോ നാട്ടുകാർ രാജ്യങ്ങൾ ഈ നാട്ടിലുണ്ട്. അവർക്കെല്ലാം റോക്കറ്റ് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? നാളികേരം ഉടയ്ക്കാതെയും പോകുന്നില്ലേ? ഉണ്ട്, ഉണ്ടെന്നാണ് പറഞ്ഞത്. നാളികേരം ഉടയ്ക്കാതെയും നാളികേരം ഉടച്ചിട്ട് പോകുന്നില്ല. അല്ല, ഞങ്ങളുടെ നാടിന്റെ വിശ്വാസം ഇതാണ്, നമ്മുടെ രീതി ഇതാണ്. നിങ്ങൾ ഇവിടെ നാളികേരം ഉടച്ചോ ഇല്ലയോ എന്ന് നോക്കട്ടെ. നിങ്ങളുടെ റോക്കറ്റ് മതസ്ഥരുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്നില്ല. എങ്ങനെ ഹനിക്കുന്നു? അത് ഈ നാടിന്റെ രീതിയാണ്. അതെന്താ നിങ്ങളുടെ വിശ്വാസമായിട്ട് എങ്ങനെയാണ് വരും? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം, ഈ രാജസ്ഥാനില് പിന്നെ മുസ്ലിം നാമധാരികളുടെ ആളുകളുടെ പിന്നെ ഈ പറയുന്ന അറവശാലകൾ അടച്ചുപൂട്ടിക്കുന്നു. അതൊക്കെ വേറെ പൊളിറ്റിക്കൽ, ഞാൻ അതിലേക്ക് വരാം. അത് നിങ്ങൾ ചോദിക്കുന്ന കറണ്ട് പൊളിറ്റിക്സാ. ഞാൻ പറയുന്ന പൊളിറ്റിക്സ് അല്ല. തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതേ പറഞ്ഞത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറയുന്ന പൊളിറ്റിക്സേ അല്ല. ഞാനീ പറയുന്നത് ഈ നാടിന്റെ രീതിയെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പേസ് ഏജൻസി ആണല്ലോ ISRO. അത് തർക്കമുണ്ടല്ലോ? ഇല്ലല്ലോ. നാസ കഴിഞ്ഞാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആയിട്ട് വരുന്ന ISRO ആണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വേൾഡ് ക്ലാസ് ആണ്. അവരിവിടുത്തെ റോക്കറ്റ് അവിടെ എത്തുന്നുണ്ട്. അതിന് മുമ്പ് ഒരു തേങ്ങ ഉടയ്ക്കുന്ന ഒരു ഗണപതി ഹോമം നടത്തും. അതെന്താ? അത് വ്യക്തിപരമല്ല, അവിടെയാണ് വിഷയം. അത് ഈ നാടിന്റെ രീതിയാണ്. ഇത് അങ്ങനെയാണ്. നിങ്ങൾ മുമ്പ് പറഞ്ഞാൽ കോടിക്കണക്കിന് കാറ് മേടിച്ചാൽ ഒരു നാരങ്ങ അടി വെക്കുന്ന എന്തിനാ? നാരങ്ങ വെച്ചില്ലേ വണ്ടി കൊടുത്തില്ലേ? ഓടുമല്ലോ. ഞാൻ വെക്കാറില്ല. അതിന്റെ പിന്നിൽ സയൻസ് ആണ്. എന്ത് സയൻസ്? നാരങ്ങ പൊട്ടിയാൽ അതായത് അതിന്റെ പിന്നിലെ സയൻസ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ അല്ല, പഴയ ഒരു രീതിയാണത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പണ്ട് വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്നത് കുതിരയെ പോലെയുള്ള മൃഗങ്ങളായിരുന്നു. ഇവിടെ കാലിന്റെ കുളമ്പിന്റെ താഴെ അണുക്കളെ പോലെ രോഗാണുക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള അതിനു വേണ്ടിയിട്ടാണ് ഈ നാരങ്ങയിൽ ചവിട്ടിച്ച് നടത്തിക്കുന്നത്. ആദ്യം അത്തരത്തിൽ അണുക്കൾ പോകാൻ വേണ്ടിട്ട്. അത് പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ നാരങ്ങ വെക്കോ? എല്ലാ ദിവസവും നാരങ്ങ വെക്കോ? അങ്ങനെയാണ്. ആദ്യം ഒരു തവണ വെച്ചാൽ മതിയോ? അതിന്റെ സയൻസ് അതാണ്. അതാ ഞാൻ പറയാം. അതിനെന്തിനാണ് കോണ്ടസാക്കാരുടെ അടി കൊണ്ടുപോകുന്നത്? അതാണ്. അത് പിൽക്കാലങ്ങളിൽ എങ്ങനെ തുടർന്ന് വന്ന ചില നിങ്ങൾ പറഞ്ഞതിനെ വാദത്തിന് ഞാൻ അംഗീകരിച്ചാലും അപ്പൊ അത് ഈ നാടിന്റെ രീതി അതാണ് ആണല്ലോ. അപ്പൊ നമ്മളെല്ലാം നമ്മളെല്ലാം വിശ്വാസവുമായി ബന്ധിപ്പിക്കുന്നു. അതിനെ പൊതുജീവിത രീതിക്ക് മറ്റൊരുത്തന്റെ അവകാശത്തെ ഹനിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് പ്രശ്നം. മനസ്സിലായോ? ഞാൻ എങ്ങനെ നടക്കുന്നു, ഞാൻ മദ്യപിക്കുന്നു, ഞാൻ സോഷ്യൽ ന്യൂസൻസ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ആധുനിക നിയമം നോക്കുന്നത്, അല്ലേ? അല്ലാതെ നിങ്ങൾ മദ്യപിക്കരുതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങളുടെ ആചരണങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ സോഷ്യൽ ന്യൂസൻസ് ആവുന്നുണ്ടോ? സോഷ്യൽ ഡെക്കോറത്തെ ബാധിക്കുന്നുണ്ടോ? സാമൂഹ്യ വ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നുണ്ടോ? ഇതാണ് വിഷയം. ഇവിടെ ഒരു ഗണപതി ഹോമം നടത്തിയാൽ ആർക്കും ഒരു ദോഷമില്ല. അതവർ ചില ആൾക്ക് ഈ നാടിൻ്റെ രീതിയാണ്. പരമ്പരകളായി നടന്നു വരുന്നിരുന്ന പ്രാധാന്യമുള്ള ആചാരമാണ്. ചിലർ അറിഞ്ഞ് ആചരിക്കുന്നു, ചിലർ അറിയാതെ ആചരിക്കുന്നു. അതിനെ നിങ്ങൾ എതിർക്കുന്നു. അത് ഈ നാടിൻ്റെ രീതിയാണ്. അതിന് വിശ്വാസവുമായി ബന്ധമില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അത് ഹിന്ദുക്കളുടേതാണ്, അത് അവർ ചെയ്യുന്നു. അല്ല, ഇത് ഹിന്ദുക്കളുടേതല്ല, ഇത് ഈ നാടിൻ്റേതാണെന്നേ. ഈ നാട്ടിൽ വേദകാലഘട്ടം മുതൽ യജ്ഞം നടന്നു വരുന്ന യജ്ഞ സംസ്കൃതിയുടെ നാടാണിത്. ഭാരതത്തിൻ്റെ സംസ്കൃതി എന്താണെന്ന് വെച്ചാൽ യജ്ഞം ആണ് നമ്മുടെ സംസ്കാരം. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? അവനവന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം. ഇത് യജ്ഞത്തിൻ്റെ നാടാണ്. ഇവിടെ ഇങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. അതിനെന്താ ആർക്കാ പ്രശ്നം? അതുകൊണ്ടാണ് പാർലമെന്റിൽ ചെങ്കോല് തിരികെ വരുന്നത്. ഈ നാടിൻ്റെ ഐക്കണായിരുന്നു അത്. ഇവിടെ അതുണ്ടാകും. അതുണ്ടാകുന്നത് സംസ്കൃതിയെ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇതിൽ നിന്ന് അന്യമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ വേരുകൾ ആഴത്തിലുണ്ട്. എൻ്റെ പാരമ്പര്യം 947 മുതലല്ല എന്നാണ് ഞങ്ങൾ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ നാടിൻ്റെ പാരമ്പര്യം 5000-ഓ 10000-ഓ വർഷത്തിന് അപ്പുറത്തേക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയമാണ് BJPയുടേത്. അതുകൊണ്ട് ഞങ്ങളതിനെ മുറുകെ പിടിക്കും. അത് അന്യർക്ക് ദോഷകരമാകുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ശരി, അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യം, BJPയുടെ ഭരണഘടനയിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുമെന്ന തരത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷേ കാലാകാലങ്ങളായി പല പുസ്തക പ്രകാശനങ്ങൾ നടത്തുമ്പോൾ, ഇപ്പോൾ ബലി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് കൊണ്ട് ആ പുസ്തകം കത്തിക്കുകയും എഴുത്തുകാരനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്നപൂർണേശ്വരി എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. അപ്പം എങ്ങനെയാണ് BJP അപ്പോൾ തങ്ങളുടെ ഭരണഘടനയിൽ പറയുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്നൊക്കെ ഒത്തിരി അകലെയാണോ?
എന്താണ് തോന്നുന്നത്? അല്ല, ഇത് ഈ ബലി എന്നുള്ള നോവൽ മുതലാണോ തുടങ്ങുന്നത്? അല്ലല്ല, പിന്നെ ഞാൻ പറഞ്ഞത് ബലി എന്ന പുസ്തകത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാക്കി, അല്ല അവിടെ മുതലാണോ ഇന്ത്യയിൽ ഈ പ്രതിഷേധം തുടങ്ങുന്നതെന്ന് എൻ്റെ ചോദ്യം. BJP പ്രതിഷേധിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ചോദിച്ചത്. ആണല്ലോ, അപ്പോൾ റീസെൻ്റ് ആണത് അല്ലേ? ആണ്. ഇത് എന്താ പറയുന്നത്, BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അന്നപൂർണേശ്വര സിനിമ BJP പറഞ്ഞു ആവശ്യപ്പെട്ടോ, എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? BJP എന്നല്ല, പിന്നെ നിങ്ങൾ BJP അഡ്രസ് ചെയ്യുമ്പോൾ BJP ചോദിക്കൂ. BJP പറഞ്ഞിട്ടോ എവിടെയെങ്കിലും പറഞ്ഞു? BJPക്ക് അതിലൊന്നും ഒരു പങ്കില്ലെന്നാണ്. എന്ത് പങ്കുണ്ട്? എന്താ പങ്ക്? ഈ നാട്ടിൽ ആരെ കീഴ്വഴക്കം ഉണ്ടാക്കിയെടുത്തത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കൊരു സിനിമയിലെ ഒരു രംഗം മാറ്റാൻ വേണ്ടി ആരോ ആവശ്യപ്പെട്ടതാണ് പ്രശ്നം. കൈവെട്ടിയതൊരു വിഷയമല്ല. തസ്ലീമ നസ്രീൻ എന്ന് പറയുന്ന എഴുത്തുകാരി എങ്ങനെ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചത്? ലജ്ജ എന്ന് പറയുന്ന നോവൽ എഴുതിയതിൻ്റെ പേരിൽ എങ്ങനെ അവർക്ക് ഇന്ത്യ അഭയം കൊടുത്തത്? എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്? എന്താ നിങ്ങൾ അതേപ്പറ്റി പറയാത്തത്? ഇപ്പം ഇന്ത്യയിലെ ഈ അസഹിഷ്ണുത എന്നുള്ളത് എവിടെയാണ് തുടങ്ങിയത്? BJP ഒരു അസഹിഷ്ണുതയ്ക്കും പോയിട്ടില്ല. എവിടെയെങ്കിലും പോയിട്ടുണ്ട്? BJP-ക്കാർ പറഞ്ഞിട്ട് എന്താണ് നടന്നിട്ടുള്ളത്? സംഘപരിവാറുമായി BJPക്ക് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ചോദ്യങ്ങളെ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതാണോ ഇവിടുത്തെ വിഷയം? അല്ല, ഞാൻ ചോദിക്കുകയാണ്. അതെ, അവർ സംഘപരിവാർ സംഘടന തന്നെയാണ് BJP. എന്താ പ്രശ്നം? അപ്പം അവർ ചെയ്യുന്നതും അവർ എന്തിനാണ് BJP എടുക്കുന്നത്? BJP ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഒരു കുടുംബത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അനിയൻ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾ ഉത്തരവാദിയാണോ? അല്ല. പിന്നെന്താണ്? നിങ്ങൾ കുടുംബാംഗമാണെന്നല്ലേ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിലെ അഭിപ്രായങ്ങളൊന്നുമില്ല. ഉണ്ട്, പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അല്ല, അതേ പറഞ്ഞു, കുടുംബത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകുന്നേ. അതാ ഞാൻ ഈ ശരിയും തെറ്റും എവിടെയാ, ഏതാണ് തെറ്റ് ചോദിക്കുന്നു. ഒരു അധ്യാപകൻ അവൻ്റെ ചോദ്യ പേപ്പറിൽ ഒരു സാധനം എഴുതിയപ്പോൾ 10-40 കുട്ടികളുടെ ഇടയിൽ നിൽക്കേണ്ട ഒരു ഇഷ്യൂവിനെ കേരളീയ പൊതുസമൂഹം അത് പൊതുരംഗത്തേക്ക് വലിച്ചിട്ട്, കേരളത്തിലെ മാധ്യമങ്ങളെ തന്നെ ഞാൻ പറയുന്നത്, ആരാണത് വിവാദമാക്കിയത്? തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് തന്നെ ആരാ വലിച്ചിഴച്ചത്? എനിക്ക് കൂടി അറിയാവുന്ന മാധ്യമപ്രവർത്തകർ, എനിക്കറിയാം കൃത്യമായത് ആരാണ് ചെയ്തത്. ആ മാധ്യമപ്രവർത്തകൻ ചെയ്ത ഒരു ദ്രോഹം കേരളത്തിൻ്റെ സോഷ്യൽ ഡെക്കോറത്തെ എത്രമാത്രം ബാധിച്ചു? ഒരു കുടുംബം മുഴുവൻ ഇല്ലാതെയായില്ലേ? എത്ര കുടുംബങ്ങളില്ലാതെ അതിൻ്റെ പേരിൽ? ഈ പ്രതികൾക്കും കുടുംബങ്ങളുണ്ടല്ലോ, നമ്മൾ അതും കൂടെ അംഗീകരിച്ചാൽ എത്ര കുടുംബങ്ങളാണ് ഇല്ലാതെയായത്? അപ്പോൾ ഒരു ഇൻറ്റീരിയറിൽ നടക്കേണ്ട ഒരു വിഷയത്തെ പൊതുരംഗത്തേക്ക് വലിച്ചിടുന്നു. അവിടേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എൻട്രി ചെയ്തു. ഇടതും വലതും മത്സരിച്ച് പ്രതിഷേധം നടത്തി ഈ അധ്യാപകനെതിരെ. അതിനെ പൊതുബോധമായി ഏറ്റെടുത്തുകൊണ്ടാണ് മതഭീകരവാദികൾ രംഗപ്രവേശം ചെയ്തത്. അതിനാരാ അവസരം ഒരുക്കി കൊടുത്തത്? അപ്പം അങ്ങനെയൊന്നും ഇവിടെയൊന്നും നടന്നിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഹൈന്ദവ ദേവീദേവന്മാരെ വർഷങ്ങളായി ഏകപക്ഷീയമായി അവഹേളിക്കുന്നു എന്ന് ആക്ഷേപമുള്ള ആൾക്കാർ ക്ഷേമം പറയും. ആരാരുടെയും കൈവെട്ടാൻ പോയിട്ടില്ല, ആരെയും കൊല്ലാൻ പോയിട്ടില്ല. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമില്ലേ? എന്താ പ്രതിഷേധം നടക്കട്ടെ, ചർച്ച വരട്ടെ. ഇത് വൺ സൈഡഡ് ആകുമ്പോൾ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇതൊരു ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിർമാല്യം എന്ന് പറയുന്ന സിനിമ, MTയുടെ നിർമാല്യത്തിനകത്ത് വെളിച്ചപ്പാട് തുപ്പുന്നു. എന്തുകൊണ്ട് അന്നില്ല? ആയിരുന്നു. ഇത് നമുക്കതൊരു അന്യമായ രീതിയായിരുന്നു. ഇത് അതാ പറഞ്ഞ അന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഇതര വിഭാഗങ്ങൾ അനാവശ്യമായി പ്രതിഷേധിച്ച് പണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ ഇല്ലാത്തവരുടെ മനസ്സിൽ കൂടി ഇത് കുത്തിവെക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഞാനൊരു വളരെ മാന്യമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നോക്കുമ്പോൾ എന്താണ്, കൃഷ്ണനെ ഞാൻ ചോദിക്കട്ടെ, എത്രയോ നമ്മുടെ ചെറുപ്പങ്ങൾക്ക് എത്രയോ തമാശകൾ നമ്മൾ ദൈവങ്ങളെ പറ്റിയൊക്കെ പറയാറില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ എത്രയോ കൃഷ്ണൻ രാമനെയൊക്കെ കളിയാക്കുന്ന തമാശകൾ ഇപ്പോഴും പറയുന്നവരുണ്ട്. അതൊന്നും ആരും വിഷയമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ചിലരുടേത് പറയുമ്പോൾ മാത്രം അവർക്ക് കൊള്ളുന്നു. അതേ തൊടാൻ പാടില്ല. നിങ്ങളുടെ മണ്ടയിൽ എന്തുമാകാം എന്ന് വരുമ്പോൾ ഞാൻ ചിന്തിക്കില്ലേ? നിങ്ങൾ പറഞ്ഞതാ അങ്ങനെ ഒരു നറേറ്റീവ് സമൂഹത്തിൽ. അങ്ങനെ ഞങ്ങളുടെ മതത്തിലുള്ളവർ തുടരുന്നല്ലേ ഈ RSS പറഞ്ഞു വെക്കുന്നത്? അല്ല, അങ്ങനല്ല പറഞ്ഞത്. ഇവിടെ അസഹിഷ്ണുത ഒരു വിഭാഗത്തിൽ മാത്രം വളരുകയാണ്. ഇങ്ങോട്ടേക്ക് എന്തുമാകാം. ഇത് വൺ വേ ആകുമ്പോഴാണ് പ്രശ്നം. അങ്ങനെയാണ് നമ്മുടെ സമൂഹമെങ്കിൽ നമ്മളെല്ലാത്തിനും അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത് വൺ വേ ട്രാഫിക് ആവുകയാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുക്കൾ, നിങ്ങൾ പറഞ്ഞ അതേ ഹിന്ദുക്കൾ, മതപരമായ ഹിന്ദുക്കൾ. ഞാൻ ആ വലിയ ക്യാൻവാസിലുള്ള ഹിന്ദു എന്നല്ല പറഞ്ഞു. ഇന്നത്തെ സോക്കോൾഡ് ഹിന്ദു, ഇന്നത്തെ വിളിക്കപ്പെടുന്ന മതപരമായ ഹിന്ദുവിനെ അവൻ്റെ തോളിലേക്ക് എന്തുമാകാം, മറ്റിടത്തേക്കൊന്നും ആകാം. അത് സംഘടിതമാണ്, അത് ന്യൂനപക്ഷമാണ്. നിങ്ങൾ നോക്കൂ, ഇതിനെ ഈ ഒരു വിവേചനം വരുമ്പോൾ എവിടെയാണ് റിവോൾട്ട് ഉണ്ടാവുക? സമൂഹത്തിൽ വിവേചനം നിൽക്കുന്നിടത്താണ് വിപ്ലവം ഉണ്ടാവുക, കലാപം ഉണ്ടാകും. എന്തിനാണ് ഈ വിവേചനം സൃഷ്ടിച്ചത്? ഈ വിവേചനം സൃഷ്ടിച്ചവരാണ് ഇതിന് ഉത്തരവാദികൾ, ആണോ? അപ്പോൾ ഈ വിവേചനത്തിൽ നിന്നും എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ മാറി നിൽക്കാഞ്ഞത്? അവിടെയാണ് അപ്പീസ്മെൻ്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്.
പ്രീണന രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഹിന്ദുക്കളെ എന്തും പറയാം, തെറ്റൊരു പറയാൻ പാടില്ല. അത് ഇങ്ങനെ ഒരു ലൈൻ നമ്മുടെ നാട്ടിലുണ്ടായി. അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവർ സംഘടിച്ചാൽ അതിനെന്ത് കുറ്റമാണ് നിങ്ങൾ പറയുക? ആരാണിത് തുടങ്ങി വെച്ചത്? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ അയോധ്യയുടെ ചരിത്രം എടുക്കുക, എത്രയോ കാലങ്ങളായിട്ടുള്ളത്. ഷാബാനു കേസ് ഉണ്ടായി, എന്തിനാണ് നിയമനിർമ്മാണം നടത്തിയത്? അപ്പം അപ്പീസ്മെൻ്റ് ആണ്. എന്താണ് BJPയുടെ 84 മുതൽ ഉള്ള മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. ഇതാണ് BJPയുടെ ബേസിക് ഐഡിയോളജി. നിങ്ങൾ ഭരണഘടന ഇപ്പം പറഞ്ഞല്ലോ, BJPയുടെ പൊളിറ്റിക്കൽ മുദ്രാവാക്യം. അങ്ങനെ ഒരു തൻ്റെ ഇടത്തോടുകൂടി ഒരു മുദ്രാവാക്യം വെക്കാൻ ഏതെങ്കിലും പാർട്ടിക്ക് പറ്റിയിട്ടുണ്ടോ? അന്നും ഇന്നും BJPയുടെ അടിസ്ഥാന മുദ്രാവാക്യങ്ങൾ ഒരെണ്ണമാണ് അപ്പീസ്മെന്റ് ടു നൺ എന്നാണ് നമ്മൾ പറയുന്നത്. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. ഇതല്ലേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയേണ്ടത്? എന്തിനാ ഇവിടേക്ക് തന്നെ മതം വരുന്നത്? നമ്മുടെ ചോദ്യം അവിടെയാണ്. ഈ വേണ്ടുന്നിടത്തേക്കും വേണ്ടാത്തിടത്തേക്കും മതം കൊണ്ടു നിൽക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രമല്ല, ഇപ്പുറത്തും ഉണ്ട് മതം. അപ്പോൾ അവരും പറയത് അന്നേരം ഇരവാദം മുഴക്കരുത്. പിടി കിട്ടിയോ? നിങ്ങൾക്ക് ശക്തി ഉള്ളിടത്ത് ഇരവാദമൊന്നുമില്ല, ഞങ്ങൾ പറയുന്ന എല്ലാവരും കേട്ടോണം. ഞങ്ങൾ എണ്ണത്തിൽ കുറവുള്ളിടത്ത് ഞങ്ങൾ ഇരവാദം പറയാം, അത് പറ്റുമോ? ഇതിനെ ചോദ്യം ചെയ്യാൻ സമൂഹത്തിൽ ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് മുമ്പ് പറഞ്ഞ കലാപം ഉണ്ടാവുക. എന്തിനാണ് ഈ കലാപത്തിന് വഴിവെക്കുന്നത്? അങ്ങനെ പറയാൻ പാടില്ല. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ എല്ലാവരോടും ഒരുപോലെ. ഒരു കേസ് വരും, ഇന്ത്യൻ IPC പ്രകാരം നിങ്ങളുടെ പേര് നോക്കിയിട്ടല്ലല്ലോ, ആണോ? നിങ്ങൾ ചെയ്ത കുറ്റമാണ്. ഇന്നതല്ല കേരളത്തിലും ഭാരതത്തിലും ആ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. കേരളത്തിൽ എന്താ അവസ്ഥ? നിങ്ങളുടെ പേര് നോക്കിയിട്ട് തീരുമാനിക്കപ്പെടുകയാണ്. ചെയ്യാൻ പാടില്ല.